നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തിന് ക്ഷണിക്കാതിരുന്നതിൽ പരാതിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നാളമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രവും തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രവും പൂർണ്ണസജ്ജമായതായി കൊച്ചി ദേവസ്വം ബോർഡ് സെക്രട്ടറി MK സുദർശൻ. മാന്നാമംഗലം മരോട്ടിച്ചാൽ വെള്ളാനിക്കോട് റോഡ് വാഹനയാത്ര ദുഷ്കരം. മലയോര ഹൈവേ ഉൾപ്പെടുത്തിയതാണ് അറ്റകുറ്റപ്പണികൾ നടത്താതിരിക്കാൻ കാരണം. പാണഞ്ചേരി തെക്കുംപാടം കോരംകുളം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തിന് വിളിക്കാത്തതിൽ പരാതിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഴിഞ്ഞം പദ്ധതി UDF കൊണ്ടുവന്നതാണ്. വികസനത്തിന് ഇരയായവരെ പുനരധിവസിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെറുതായി പോയെന്നും പ്രതിപക്ഷ നേതാവ്. തലപ്പള്ളി താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു VD സതീശൻ. ബാങ്ക് പ്രസിഡന്റ് TM കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 2012 മുതലാണ് തലപ്പള്ളി താലൂക്ക് ആസ്ഥാനമായി തലപ്പള്ളി താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. വാടക കെട്ടിടത്തിലായിരുന്നു നാളിതുവരെ പ്രവർത്തനം. കോടതിക്ക് സമീപം പാലസ് റോഡിലാണ് ബാങ്കിന്റെ സ്വന്തം സ്ഥലത്ത് ആധുനിക രീതിയിൽ നിർമ്മിച്ച കെട്ടിടം സജ്ജമാക്കിയിട്ടുള്ളത്. സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഷാജി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, DCC ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ, PJ രാജു, കുന്നംകുളം കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി, നവാസ്, TM നാസർ, MS രാമകൃഷ്ണൻ, MH നൌഫൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, നഗരസഭയിലെ UDF കൗൺസിലർമാർ തുടങ്ങി ഒട്ടനവധി സഹകാരികളും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോഴും ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാനത്തിന്റെ സഹകരണ വകുപ്പുമായും ബാങ്കുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് കൊടുത്ത പണമുണ്ട്. അതെല്ലാം കൂടി ഒരു കോർപ്പസ് ആക്കി 1000 കോടിയോ 2000 കോടി രൂപയോ ഉണ്ടാക്കി ഒരു നിധിയാക്കി വെച്ച് ഏത് ബാങ്കിന് പ്രശ്നമുണ്ടായാലും അവിടുത്തെ നിക്ഷേപകരെ പൂർണ്ണമായി സർക്കാർ സംരക്ഷിക്കും എന്ന നിലപാടിലേക്ക് പോകണം. അതാണ് നമ്മുടെ ആവശ്യം. നിക്ഷേപകൻ ഏത് ബാങ്കിൽ കൊണ്ടുപോയി പണം ഇട്ടാലും ഇപ്പം എന്താ 5 ലക്ഷം രൂപ വരെ ഉള്ളതിന് പ്രൊട്ടക്ഷൻ. 1. 2, ലിക്വിഡേഷൻ സ്റ്റേജിലെത്തണം ബാങ്ക് ലിക്വിഡേഷൻ സ്റ്റേജിലെത്തുമ്പോഴേക്കും പണം ഇട്ടോ മരിച്ചു പോകും. അത്രയും കാലാവധിയാണ് അതിൻ്റെ. അങ്ങനെയല്ല, ഒരു ബാങ്കിന് അവിടുത്തെ നിക്ഷേപകരുടെ പണം കൊടുക്കാൻ കഴിയാത്ത സാമ്പത്തിക പ്രയാസമുണ്ട് എന്ന് വന്നാൽ അവിടെ ഡിപ്പാർട്ട്മെന്റ് റെക്കമെൻഡ് ചെയ്ത് ആ നിക്ഷേപകരുടെ പണം സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം. വളരെ ഭംഗിയായിട്ട് ഗവൺമെന്റിന് അത് ചെയ്യാൻ പറ്റും. 24 മണിക്കൂർ കൊണ്ട് ആ തീരുമാനം എടുത്ത് ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, അത് ചെയ്യുന്നില്ല എന്നത് സഹകരണ രംഗത്തിന്റെ വിശ്വാസ്യതയെ കുറയ്ക്കുന്ന ഒന്നാണ്. നമ്മുടെ നിലപാട് അതാണ്. കൊള്ളക്കാരോട് യാതൊരുവിധ വിട്ടുവീഴ്ചയില്ല. ബാങ്ക് സാധാരണക്കാരന്റെ പണം കൊള്ളയടിക്കുന്നവൻ ആരായാലും അവന് തുറുങ്ക് തന്നെയാണ് സ്ഥലം. പാവപ്പെട്ടവന്റെ പണമാണ് കൊണ്ടുപോകുന്നത്. ഏത് പാർട്ടിക്കാരനായാലും, CPM-കാരല്ല, കോൺഗ്രസ്സുകാരനായാലും, ആരായാലും പാവപ്പെട്ടവന്റെ പണം കൊള്ളയടിക്കുന്നവന് തുറുങ്കി കിടക്കണം. അത് നമ്മുടെ ബാങ്കിൽ ആഡ് ചെയ്താലും അത് തന്നെ സ്ഥലം, വേറെ സ്ഥലമൊന്നുമില്ല, അതിന് പ്രത്യേക സ്ഥലമൊന്നുമില്ല. കോൺഗ്രസ്സുകാർ അതേ സ്ഥലം തന്നെ. അത് ചെയ്യരുത്. നമ്മളിനി ഞാൻ പറഞ്ഞ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇത് ധനകാര്യ സ്ഥാപനമാണ്. ബാങ്കുകളിലേക്ക് ആളെ പറഞ്ഞു വിടുമ്പോൾ എല്ലാ പാർട്ടിയിലും നല്ല ആളുകളുണ്ട്, കൊള്ളരാത്ത. മണ്ണത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ PTA ജനറൽ ബോഡി മീറ്റിംഗ് നടത്തി. എഴുത്തുകാരനും കരിയർ രംഗത്ത് പ്രഗത്ഭനും സെന്റ് തോമസ് കോളേജിലെ ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഫാദർ ഡെയ്സൺ പാണയങ്ങാടനായിരുന്നു വിശിഷ്ടാതിഥി. കുട്ടികൾക്കിടയിലെ മൊബൈൽ ഫോണിന്റെ സ്വാധീനത്തെക്കുറിച്ചും അതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും മാതാപിതാക്കളെ ഉദ്ബോധിപ്പിച്ചു. PTA പ്രസിഡന്റ്
ഡോക്ടർ ആന്റോ ചിറമ്മൽ ആമുഖ പ്രഭാഷണം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി ബിനു വർഗീസ് ഏവരെയും സ്വാഗതം ചെയ്തു. സ്കൂളിന്റെ റെക്ടറും മാനേജറുമായ ഫാദർ തോമസ് കൂനൻ അധ്യക്ഷ പ്രസംഗം നടത്തി. പ്രിൻസിപ്പൽ ഫാദർ ഷീനോ കളപ്പുരയ്ക്കൽ മാതാപിതാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. PTA ജോയിന്റ് സെക്രട്ടറി ലിറ്റി ആന്റോ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ കോർഡിനേറ്റർ രേണു തോമസ് നന്ദി പറഞ്ഞു. നാലമ്പല തീർത്ഥാടനത്തിനായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രവും തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രവും പൂർണ്ണ സജ്ജമായതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ജില്ലയിലെയും പാലക്കാട് ജില്ലയിലെയും ക്ഷേത്രങ്ങളിൽ നാലമ്പല ദർശനത്തിനായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. തൃപ്രയാർ, ഇരിങ്ങാലക്കുട, മൂഴിക്കുളം, പായമൽ എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലും തിരുവില്ലാമല, പുൽപ്പരമന്തം, കൽക്കുളം എന്നിവിടങ്ങളിലേക്കുമായാണ് നാലമ്പല തീർത്ഥാടനത്തിനായി സൗകര്യമൊരുക്കിയിരിക്കുന്നത്. ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനത്തിനായി വരി നിൽക്കുവാൻ പന്തലും ബാരിക്കേഡും റാമ്പുകളും നിർമ്മിച്ചിട്ടുണ്ട്. വരിയിൽ ഇരിക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. ആരോഗ്യ വിഭാഗത്തിന്റെയും പോലീസിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെയും സേവനങ്ങൾ ലഭ്യമാക്കും. പുലർച്ചെ മുതൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനവും മരുന്നുകളും ആംബുലൻസ് സൗകര്യവും ഉണ്ടാകും. വരിയിൽ നിന്ന് തന്നെ വഴിപാടുകൾ ഷീട്ടാക്കുവാൻ കൗണ്ടറുകൾ, ടോയ്ലറ്റ് സൗകര്യം, പാർക്കിംഗ് സൗകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലും എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദ ഊട്ടൊരുക്കും. ദേവസ്വം ബോർഡ് മെമ്പർമാരായ MP മുരളീധരൻ, പ്രേംരാജ് ചുണ്ടലാത്ത്, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി മനോജ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സർഗപ്രതിഭകൾ കലാപത്തിലുണ്ടാകില്ലെന്ന് P ബാലചന്ദ്രൻ MLA. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മയുടെ സംസ്ഥാന സർഗോത്സവത്തിന്റെ ഭാഗമായി 2 ദിവസമായി നടക്കുന്ന ജില്ലാ കലോത്സവത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർഗാത്മക പ്രവർത്തകർക്ക് മാനവ സൗഹൃദവും സാമൂഹിക സുരക്ഷയുമാണ് വലുത്. അവർ കലാപങ്ങളിൽ മുൻപിലുണ്ടാകാറില്ല. നന്മയുടെ ജില്ലാതല കലോത്സവം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു P ബാലചന്ദ്രൻ MLA. നന്മ സംസ്ഥാന പ്രസിഡന്റ് സേവ്യർ പുൽപ്പാട് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ CK രവി ആശംസകൾ നേർന്നു. ജില്ലാ സെക്രട്ടറി രവി കേച്ചേരി സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ID രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. ചന്ദ്രമതി PS, ലത ഗുരുവായൂർ എന്നിവർ വന്ദന ഗാനം ചൊല്ലി. ഒരു ചുള്ളിക്കമ്പ് മുരട്ടുമ്പോൾ മറുഭാഗത്ത് നിന്ന് അതിന് മറുപടയാളമായി ചുള്ളിക്കമ്പ് വരുന്നു. ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് പ്രണയത്തെ അടയാളപ്പെടുത്താമെന്ന് ബഷീർ നമ്മെ കാണിച്ചു തരികയാണ്. മണ്ഡൽ മുസ്തഫ ചായക്കടയിൽ നിന്ന് പുഴുങ്ങിയ മുട്ട കുട്ടിക്ക് കിട്ടിയപ്പോൾ മുട്ട ഒരു പ്രണയത്തിന്റെ അടയാളം കൂടിയാകാം എന്ന് വരച്ചു കാണിക്കുകയാണ് കഥാകൃത്ത്. പഞ്ചസാര പായസം എന്ന മാധവിക്കുട്ടിയുടെ കഥ വായിക്കുമ്പോൾ ഒരു പിതാവിന്റെ കണ്ണ് നിറയുന്നത് നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ആ കഥ അവരുടെ നെഞ്ചിൽ കൊണ്ടു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. തകഴിയുടെയും ബഷീറിന്റെയും ഒന്നുനമ്പത്തിന്റെയും ഇങ്ങേയറ്റത്തെ ചെറുതാവത്തിന്റെയും നോവലിസ്റ്റിന്റെയും വരെ സർഗാത്മക പ്രക്രിയകൾ നമ്മളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനായിത്തീരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു നല്ല നാടകം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അതുപോലെ തന്നെ ഏറ്റവും ആദ്യം അവതരിക്കപ്പെട്ട തൃശൂർ നാടകം അവതരിപ്പിച്ചത് അടുക്കള നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം. തൃശൂർ ഡിസ്ട്രിക്ട് സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പ് VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷനായിരുന്നു. പ്രസിഡന്റ് ബാലചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് യോഗ പ്രകടനം നടന്നു. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞ്. ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിക്ക് ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് UDF തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും അനുസ്മരണ യോഗവും നടത്തി. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞ്. ഉമ്മൻചാണ്ടിക്ക് ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് UDF തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും അനുസ്മരണ യോഗവും നടത്തി. UDF ചെയർമാൻ K ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. DCC വൈസ് പ്രസിഡന്റും മുൻ മേയറുമായ IP പോൾ മുഖ്യാതിഥിയായിരുന്നു.
ചടങ്ങിൽ UDFന്റെ ഘടകകക്ഷി നേതാക്കളും കോൺഗ്രസിന്റെ DCC ബ്ലോക്ക് മണ്ഡലം നേതാക്കളും മറ്റ് പോഷക സംഘടനാ നേതാക്കളും UDF പ്രവർത്തകരും പങ്കെടുത്തു. തകർന്നടിഞ്ഞ് മാന്നാമംഗലം മരോട്ടിച്ചാൽ റോഡ് ഇതുവഴിയുള്ള വാഹനയാത്ര ഏവരുടെയും നടുവൊടിക്കും വിധം. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ ഏറെ വാഹന തിരക്കുള്ള മാന്നാമംഗലം മരോട്ടിച്ചാൽ റോഡാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത്. റോഡിൽ വലുതും ചെറുതുമായ നിരവധി കുഴികൾ രൂപപ്പെട്ടതോടെ ഇതുവഴിയുള്ള വാഹനയാത്രയും ദുഷ്കരമായി. മലയോര ഹൈവേ നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തി എന്ന കാരണം പറഞ്ഞാണ് ഈ റോഡിലെ അറ്റകുറ്റപ്പണികൾ വൈകിക്കാൻ കാരണമായത്. എന്നാൽ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പോലും എങ്ങും എത്താതെ വന്നതോടെ ഹൈവേ നിർമ്മാണം ഫയലുകളിൽ മാത്രം ഒതുങ്ങി. നിരവധി സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും കടന്നുപോകുന്ന ഈ റോഡ് തകർന്നതോടെ ഇതുവഴിയുള്ള വാഹനയാത്ര ഏവരുടെയും നടുവൊടിക്കും വിധമാണ്. റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ഇതുവഴിയുള്ള ബസ് സർവീസ് നിർത്താൻ ഒരുങ്ങുകയാണ് സ്വകാര്യ ബസ്സുകളും. രാജ്യത്തുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുടെയും ചിത്രങ്ങൾ റോഡിൽ രൂപപ്പെട്ട കുഴികളിൽ വ്യക്തമാണ്. കൂടാതെ ഇതുവഴി കാൽ നിലത്ത് കുത്താതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്ക് ഉടൻ ലൈസൻസ് നൽകണമെന്ന ആവശ്യവും യാത്രക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. മലയോര ഹൈവേയുടെ പേര് പറഞ്ഞ് തടസ്സം നിൽക്കാതെ ഇനിയെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമാക്കി നൽകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ചെമ്പുകാവ് ഹോളി ഫാമിലി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർത്തവ ശുചിത്വ മെൻസ്ട്രൽ കപ്പ് ബോധവൽക്കരണം നടത്തി. NSS യൂണിറ്റിന്റെയും മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ സ്മരണാർത്ഥം രൂപം കൊണ്ട കരുണം ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ ആർത്തവ ശുചിത്വ മെൻസ്ട്രൽ കപ്പ് ബോധവൽക്കരണം നടത്തി. പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് സിസ്റ്റർ പാവന റോസ്, കരുണം ട്രസ്റ്റ് ചെയർമാൻ ജൻസൺ ജോസ് കാക്കശ്ശേരി, N. നന്ദകുമാർ, പ്രോഗ്രാം ഓഫീസർ സ്റ്റെഫി ജോൺ, ലാമിയ എൽസ ഔസേഫ്, ഷാനുപ്രിയ KS, നേഹ പയസ് എന്നിവർ സംസാരിച്ചു. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ,
അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകളിലേക്ക്. മണ്ണുത്തി വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഒല്ലൂക്കര സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. പ്രസിഡന്റ് PU ഹംസ അധ്യക്ഷത വഹിച്ചു. സംഘം മെമ്പർമാരുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ഡോക്ടർ അരവിന്ദൻ വലച്ചിറ അവാർഡുകൾ നൽകി ആദരിച്ചു. സംഘം ഡയറക്ടർമാരായ VM സുലൈമാൻ, AV സുദർശൻ, ഗോപാലകൃഷ്ണൻ, സംഘം സെക്രട്ടറി വിനോദ് K വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ക്രെഡിറ്റാണ്, അതുപോലെ ഈ സമൂഹത്തിനും ക്രെഡിറ്റാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ ഈ നേടിയിട്ടുള്ള ഈ നേട്ടം അത് നിങ്ങൾ തുടർച്ചയായി കൊണ്ടുപോകണം. ഉയർന്നു വരുന്ന പരീക്ഷകളിലും പാഠ്യപദ്ധതികളിലും ഒക്കെ നിങ്ങൾ നിങ്ങളുടേതായ കഴിവ് പ്രകടിപ്പിക്കണം, വളരെ ഉന്നതമായ നിലയിലെത്തണം. ഇപ്പം നമുക്കറിയാം IAS പോലുള്ള വലിയ പരീക്ഷകളിൽ കേരളത്തിൽ നിന്ന് കുട്ടികളധികം ഉണ്ടാവാറില്ല. കാരണം നമ്മുടെ പഠന രീതി അങ്ങനെയാണ്, നമുക്ക് കിട്ടുന്ന കോച്ചിങ് കുറവാണ്, ഇങ്ങനെ പല കാരണങ്ങളും നമുക്ക് പറയാനുണ്ട്. എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ അതിജീവിച്ചുകൊണ്ട് മിടുക്കന്മാരായ ചിലർ പരീക്ഷയ്ക്ക് നേടി IAS പ്രചോദനമാണ്. ഇത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ളൊരു വാതായനമാണ്. നിങ്ങൾ അതിൽ കൂടെ കടന്നുപോയി വലിയ വലിയ നേട്ടങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾക്കൊരു പ്രചോദനം, ഒരിക്കൽ കൂടി ഒരു വലിയ പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന കൗൺസിൽ യോഗം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ചേർന്നു. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി വിൻസെന്റ് മാളിയേക്കൽ, നേതാക്കളായ പത്മിനി ഇയച്ചേരി, ഫാദർ വെട്ടിയാനിക്കൽ, അഡ്വക്കേറ്റ് സുജാത വർമ്മ, കൈമൾ കരുമാടി, KA ഗോവിന്ദൻ, ചന്ദ്രൻ കണ്ണൂർ, ആന്റണി പന്തല്ലുകാരൻ, ഈപ്പൻ കരിയാറ്റിൽ, PM ഹബീബുള്ള, ജോണി ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് 12:30 ഊണ് കഴിക്കാൻ പോകണം, 2 മണിക്ക് ബിരിയാണി മാഷ് പറഞ്ഞത്. 2:30 ആകുമ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട ആളുകളും എൻ്റെ പ്രസംഗത്തെക്കാൾ പ്രബോധനം എന്നുള്ളത് ആവശ്യമില്ലാത്ത സംസ്ഥാന മദ്യനിരോധന സമിതിയെ അടിതൊട്ട് മുടിവരെ നയിക്കാനും നിയന്ത്രിക്കാനും പരിപാടികൾ നിർണ്ണയിക്കാനും അധികാരമുള്ള പരമാധികാര സഭയായ ജനറൽ കൗൺസിലാണ് ഇവിടെ ചേരുന്നത്. അതുകൊണ്ട് നിങ്ങളെ ബോധവൽക്കരിക്കൊന്നും വേണ്ട. പക്ഷേ എനിക്കൊരു വിവരം അറിയേണ്ടതുണ്ട്. നമുക്ക് 13 ജില്ലകളിൽ കമ്മിറ്റിയുണ്ട്. അതിൽ 6-7 ജില്ലകളിൽ സജീവമാണ്. അതിലങ്ങ് വടക്കേ അറ്റത്ത് ജില്ല കാസർഗോഡ് ഇപ്പോഴും എൻഡോസൾഫാൻ തളിച്ചതിൻ്റെ ദുരന്തത്തിൽ നിന്ന് മുക്തരായിട്ടില്ല. അവർ ഇപ്പോഴും രോഗഗ്രസ്തരാണ്. എൻഡോസൾഫാൻ്റെ അല്ലേ നമ്മുടെ ചിന്തയും. പിന്നെ കണ്ണൂരാണ്. ഒരു ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 5 പ്രതിനിധികളും 5 ഭാരവാഹികളും ചില ടാറന്റ് ഓർഗനൈസർ ഉണ്ടെങ്കിൽ അതുപോലെ ഒരു താലൂക്കിന് പ്രസിഡന്റ്, സെക്രട്ടറി കണ്ട് 2 പേരും വരേണ്ടതാണ്. മുട്ടത്തോട് ഭാരം താങ്ങുമോ എന്ന കുട്ടികളുടെ സംശയത്തിന് ലൈവായി ദൃശ്യാവിഷ്കാരത്തോടെ തീർപ്പ് കൽപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. പുത്തൂർ പഞ്ചായത്തിലെ ചെറുകുന്ന് ഗവൺമെന്റ് LP സ്കൂളിലെ 1ാം ക്ലാസ്സിലെ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത്. ക്ലാസ്സിലെ 22ഓളം വിദ്യാർത്ഥികളാണ് പരീക്ഷണത്തിൽ പങ്കാളികളായത്. മുട്ടത്തോട് ഭാരം താങ്ങുമോ എന്ന ടീച്ചറുടെ ചോദ്യത്തിന് പൊട്ടും പൊട്ടില്ല എന്നായിരുന്നു കുട്ടികളുടെ മറുപടി. അതിന് ലൈവായി ഉത്തരം നൽകുകയായിരുന്നു ക്ലാസ് ടീച്ചറായ നവ്യ സുബിൻ. കുപ്പികളുടെ അടപ്പിന്റെ മുകളിൽ മുട്ടത്തോട് വെച്ച ശേഷം അതിനു മുകളിൽ പുസ്തകങ്ങൾ അടക്കി വെച്ചു. ഓരോ കുട്ടികളും 2 പുസ്തകങ്ങൾ വീതമാണ് മുട്ടത്തോടിന് മുകളിൽ വെച്ചത്. ഇത്തരത്തിൽ 44ഓളം പുസ്തകങ്ങളാണ് മുട്ടത്തോടിന് മുകളിൽ വെച്ചത്. 45ാമത്തെ പുസ്തകം വയ്ക്കുന്നതിനിടെ അടക്കി വെച്ച പുസ്തകങ്ങൾ മുട്ടത്തോട് പൊട്ടി താഴേക്ക് മറിഞ്ഞു വീണു.
1-ാം ക്ലാസ് പാഠപുസ്തകത്തിലെ പ്രവൃത്തി പരിചയത്തിൽ ഉൾപ്പെട്ടതിനാലാണ് ക്ലാസ് മുറിയിൽ ഇത്തരത്തിലൊരു പരീക്ഷണത്തിന് മുതിർന്നതെന്ന് അധ്യാപികയായ നവ്യ സുബിൻ പറഞ്ഞു. YMCA തൃശൂരിന്റെ നേതൃത്വത്തിൽ മാർത്തോമ ഗേൾസ് ഹൈസ്കൂളിൽ മലാല ദിനം ആചരിച്ചു. മലാല ദിനത്തോടനുബന്ധിച്ച് പ്രസംഗ മത്സരം നടത്തി. മുൻ തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോയ് എം മണ്ണൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ YMCA വൈസ് പ്രസിഡന്റ് ജോർജ് ചാണ്ടി അധ്യക്ഷത വഹിച്ചു. മാർത്തോമ ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ലീന തോമസ് സ്വാഗതം പറഞ്ഞു. തൃശൂർ YMCA അസിസ്റ്റന്റ് സെക്രട്ടറി ജിൽസൺ ജോസ് നന്ദി പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഹെവി ഡ്യൂട്ടി ഡ്രൈവറുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അപേക്ഷകർ കുറഞ്ഞത് 7-ാം ക്ലാസ് പാസ്സായിരിക്കണം. HGV ആൻഡ് HPV സാധുതയുള്ള ഡ്രൈവിംഗ് ലൈസൻസും ബാഡ്ജും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവർക്ക് മുൻഗണന. പ്രായപരിധി 18-നും 58 വയസ്സിനും ഇടയിൽ. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും ലൈസൻസിന്റെയും പ്രവൃത്തി പരിചയത്തിന്റെയും അസലും പകർപ്പും സഹിതം കൂടിക്കാഴ്ചയ്ക്കായി ജൂലൈ 17 രാവിലെ 11 മുളങ്കുന്നത്തുകാവിലുള്ള നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പാളുടെ കാര്യാലയത്തിൽ ഹാജരാകണം. ഫോൺ നമ്പർ 04872208-205. ഒരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. വീണ്ടും വാർത്തകളിലേക്ക്. പാണഞ്ചേരി തെക്കുംപാടം കോരംകുളം ശ്രീ മഹാവിഷ്ണു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ജൂലൈ 11, 12 തീയതികളിൽ ആഘോഷിച്ചു. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് തന്ത്രി പാലക്കാട്ടിരി നാരായണ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 11 വൈകിട്ട് 5 മണി മുതൽ ശുദ്ധിക്രിയകൾ ആരംഭിച്ചു. 6 മണിക്ക് ഭഗവതി സേവ, സർപ്പപൂജ, സർപ്പബലി, വിശേഷാൽ പൂജ, ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവയുണ്ടായിരുന്നു. 12 പ്രതിഷ്ഠാദിനത്തിൽ നട തുറന്ന് പൂജകൾക്ക് ശേഷം 8 മണി മുതൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു. 11 മണി മുതൽ പ്രസാദോട്ട് ആരംഭിച്ചു. വൈകിട്ട് 6:30 ഭജനയും ഉണ്ടായി. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ 13ാം വെള്ളി ദിനാചരണം ഭക്തി നിർഭരമായി. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ 13ാം വെള്ളി ദിനാചരണം ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, നേർച്ചക്കഞ്ഞി തുടങ്ങിയവയുടെ ആഘോഷിച്ചു. റവറന്റ് ഫാദർ സാജൻ വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റ്ലപ്പള്ളി, ഇടവക കൈക്കാരന്മാരായ ജൻസൺ ജോസ് കാക്കശ്ശേരി, സോജൻ മഞ്ഞില, കൊച്ചുവർഗി തരകൻ, വിൽസൺ പ്ലാക്കൽ, പ്രതിനിധി യോഗമംഗങ്ങൾ
സംഘടനാ ഭാരവാഹികൾ, പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ്സ് യൂണിയൻ ഒല്ലൂക്കര മേഖലാ സമ്മേളനം മണ്ണുത്തി രവീന്ദ്ര ഹാളിൽ ജില്ലാ പ്രസിഡന്റ് EM ബിൻസൺ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി മോഹനൻ ആലുക്കൽ അധ്യക്ഷത വഹിച്ചു. 2024 മാർച്ച് 16 സർക്കാർ ഇറക്കിയ കേരള കെട്ടിട നിർമ്മാണ ചട്ടം ജനങ്ങളെ ദ്രോഹിക്കുന്നതാണ്. 10 പ്ലോട്ടുകളിൽ കൂടുതൽ വരുന്നവർക്ക് പഞ്ചായത്തിൽ നിന്നും അനുമതി പത്രം വാങ്ങണമെന്ന നിയമമാണ് ജനങ്ങളെ നട്ടം തിരിക്കുന്നത്. ഈ നിയമം പിൻവലിക്കണമെന്ന് കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. MK കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. വർഗീസ് തെക്കേക്കര, ബിജു ഫ്രാൻസിസ്, സോജൻ തോട്ടത്തിൽ, ജോഷി, സുരേഷ്, PR ആന്റണി, KK ചാക്കോ, സത്യൻ, സുനി, പൗലോസ്, ശിവകുമാർ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി മോഹനൻ ആലുക്കൽ പ്രസിഡന്റ്, ബിന്നി വർഗീസ് സെക്രട്ടറി, വർഗീസ് തെക്കേക്കര ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ടോണി കാക്കശ്ശേരി സ്വാഗതവും ബിന്നി വർഗീസ് നന്ദിയും പറഞ്ഞു. നിലനിന്നിരുന്നു. നേരത്തെ സംഘടനയുടെ ചില പിളർപ്പുകളെ കുറിച്ച് ശ്രീ ടോമിച്ചേട്ടൻ സൂചിപ്പിച്ചു. നമ്മുടെ ജില്ലയിലെ സംഘടന പിളർന്ന ഒരു യൂണിറ്റാണ് ഒല്ലൂക്കര മേഖലാ കമ്മിറ്റി. മറ്റൊരു മേഖലാ കമ്മിറ്റികളിലും അത്തരം ഒരു പിളർപ്പ് സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ മേഖലാ കമ്മിറ്റിയുടെ നിശ്ചയദാർഢ്യമുള്ള ചില മെമ്പർമാരുടെ കാര്യക്ഷമമായ പ്രവർത്തനം കൊണ്ട് ആ പിളർന്ന ഒല്ലൂക്കര മേഖലാ കമ്മിറ്റിയെ പിളർന്നവരെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് വളരെ ശ്രമകരമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒല്ലൂക്കര മേഖലാ കമ്മിറ്റിയെ ജില്ലയിലെ ഇപ്പോഴും നമ്പർ 1 യൂണിറ്റായിട്ട് നിലനിർത്തിയത് നിങ്ങളുടെയൊക്കെ ശ്രമഫലമായിട്ടാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനത്തിന് ക്ഷണിക്കാതിരുന്നതിൽ പരാതിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നാളമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാർ ശ്രീരാമക്ഷേത്രവും തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രവും പൂർണ്ണസജ്ജമായതായി കൊച്ചി ദേവസ്വം ബോർഡ് സെക്രട്ടറി MK സുദർശൻ. മാന്നാമംഗലം മരോട്ടിച്ചാൽ വെള്ളാനിക്കോട് റോഡ് വാഹനയാത്ര ദുഷ്കരം. മലയോര ഹൈവേ ഉൾപ്പെടുത്തിയതാണ് അറ്റകുറ്റപ്പണികൾ നടത്താതിരിക്കാൻ കാരണം. പാണഞ്ചേരി തെക്കുംപാടം കോരംകുളം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.